ഹായ് ഫ്രണ്ട്സ്, ലല്ലു കുറച്ച് ദിവസമായി പറയുന്നു അവന് അമ്മാമ്മയെ കാണണം, വീട്ടിലോട്ട് പോകണമെന്ന്. അപ്പം ഞാൻ കരുതി ഇന്നൊന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാനും പൂമ്പാറ്റയിലെല്ലാം കൂടെ രാവിലെ ഉടുത്തൊരുങ്ങി വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ പിടിച്ച് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോഴോ അമ്മ വീട്ടിലില്ല, പിന്നെ അനിയത്തിമാരുണ്ടായിരുന്നു. എനിക്ക് എപ്പം വീട്ടിൽ ചെന്നാലും ഒരു പണിയേ ഉള്ളൂ. ആദ്യം തന്നെ ഗാർഡൻ നോക്കുക. വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഗാർഡനും ചെടികളും ഇനി എൻ്റെ കയ്യിലില്ലാത്ത പുതിയ ചെടികൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് എൻ്റെ മെയിൻ പണി. അങ്ങനെ പതിവ് പോലെ ഞാൻ എൻ്റെ സ്ഥിരം പണിയിലേക്ക് പോയി. അമ്മയുടെ ചെടികളെല്ലാം ഒന്ന് വാച്ച് ചെയ്യുകയാണ്. എല്ലാ ചെടികളും നല്ല പൂവ് വിട്ട് തളിർത്ത് ബുഷിയായിട്ട് കിളിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് ചെടികൾ ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നു. പിന്നെ ഈ ചെടികൾ ഇങ്ങനെ വളർത്തി പരിചരിച്ച് കൊണ്ടുവരുന്നതിൽ എൻ്റെ രണ്ടാമത്തെ അനിയത്തിയെ തന്നെ പറയണം. അവളാണ് കൂടുതൽ സമയം ഇതിൻ്റെ പുറകെ നടക്കുന്നതും ഇതിനെ പരിചരിക്കുന്നതും നോക്കുന്നതും അല്ല. അങ്ങനെ അതെല്ലാം നോക്കി ഒക്കെ നിന്ന് ഉച്ചയായപ്പോഴത്തേക്കും നല്ല മഴ. ഞങ്ങൾ ഇറങ്ങുന്ന സമയം വരെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വരാനിരുന്ന ബസ് ഞങ്ങൾക്ക് മിസ്സായി. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് അടുത്ത ബസ് പിടിച്ച്, കുറച്ച് രാത്രിയായി ആ ബസ് പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഹായ് ഫ്രണ്ട്സ്, ലല്ലു കുറച്ച് ദിവസമായി പറയുന്നു അവന് അമ്മാമ്മയെ കാണണം, വീട്ടിലോട്ട് പോകണമെന്ന്. അപ്പം ഞാൻ കരുതി ഇന്നൊന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാനും പൂമ്പാറ്റയിലെല്ലാം കൂടെ രാവിലെ ഉടുത്തൊരുങ്ങി വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ പിടിച്ച് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോഴോ അമ്മ വീട്ടിലില്ല, പിന്നെ അനിയത്തിമാരുണ്ടായിരുന്നു. എനിക്ക് എപ്പം വീട്ടിൽ ചെന്നാലും ഒരു പണിയേ ഉള്ളൂ. ആദ്യം തന്നെ ഗാർഡൻ നോക്കുക. വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഗാർഡനും ചെടികളും ഇനി എൻ്റെ കയ്യിലില്ലാത്ത പുതിയ ചെടികൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് എൻ്റെ മെയിൻ പണി. അങ്ങനെ പതിവ് പോലെ ഞാൻ എൻ്റെ സ്ഥിരം പണിയിലേക്ക് പോയി. അമ്മയുടെ ചെടികളെല്ലാം ഒന്ന് വാച്ച് ചെയ്യുകയാണ്. എല്ലാ ചെടികളും നല്ല പൂവ് വിട്ട് തളിർത്ത് ബുഷിയായിട്ട് കിളിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് ചെടികൾ ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നു. പിന്നെ ഈ ചെടികൾ ഇങ്ങനെ വളർത്തി പരിചരിച്ച് കൊണ്ടുവരുന്നതിൽ എൻ്റെ രണ്ടാമത്തെ അനിയത്തിയെ തന്നെ പറയണം. അവളാണ് കൂടുതൽ സമയം ഇതിൻ്റെ പുറകെ നടക്കുന്നതും ഇതിനെ പരിചരിക്കുന്നതും നോക്കുന്നതും അല്ല. അങ്ങനെ അതെല്ലാം നോക്കി ഒക്കെ നിന്ന് ഉച്ചയായപ്പോഴത്തേക്കും നല്ല മഴ. ഞങ്ങൾ ഇറങ്ങുന്ന സമയം വരെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വരാനിരുന്ന ബസ് ഞങ്ങൾക്ക് മിസ്സായി. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ്